ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് യുവതിയുടെ വാക്കുകളിൽ പ്രകടമായത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് മാതൃകയാകേണ്ടതാണ്. ചില എത്തിക്സുകളൊക്കെ തന്നെ മുന്നോട്ട് നയിക്കേണ്ടതാണ്. അത്തരം ചില സന്ദേശങ്ങളായിരിക്കണം അവരുടെ ജീവിതത്തിലൂടെ പൊതുസമൂഹത്തിന് കിട്ടേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഈ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി ഇരുന്നത്, അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീയോട് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗോപുവിനെതിരെ പലതരത്തിലുള്ള പരാതികളും ഇതിനു മുൻപും ഉയർന്നിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇന്നലെ ഈ കേസ് വന്ന ഇയാൾ അറസ്റ്റിലായ ഘട്ടത്തിൽ BJP-യിലെ തന്നെ പലരും പങ്കുവച്ചിട്ടുള്ള വിവരങ്ങൾ, ഒരു വനിത കഴിഞ്ഞ ദിവസം നമുക്ക് പ്രതികരണവും നൽകിയിരുന്നു. ലിജി, അവര് മുൻ BJP-യുടെ ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു. ഈ ഗോപുവിനെതിരെ പരാതി പറഞ്ഞിരുന്നു. പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവർക്ക് അവിടെ നിന്ന് ജോലി പോയി. മാത്രമല്ല ഈ ഗോപുവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം എടുത്തതെന്നായിരുന്നു അവരുടെ ആരോപണം. അവർ പരസ്യമായി പ്രതികരിച്ചെങ്കിൽ മറ്റു പലരും പറയുന്നത് തങ്ങൾ നേരത്തെ തന്നെ ഈ ഗോപുവിന്റെ ഈ ദുർനടത്തം അല്ലെങ്കിൽ ഗോപുവിന്റെ ഒരു പശ്ചാത്തലം ശരിയല്ല എന്ന് കൃത്യമായി അറിയിക്കേണ്ട പ്ലാറ്റ്ഫോമുകളിൽ അറിയിച്ചിരുന്നതാണ് എന്ന് പല BJP നേതാക്കളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ നേതൃത്വം കേട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗോപുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കി എന്നതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ്റേതാണ് നടപടിയെന്നും അറിയുന്നു. പക്ഷേ ഇതിൽ കഴിഞ്ഞ ഈ കുറേ നാളുകളായി ഈ ഗോപു ചുമതലയിലുണ്ട്. മാത്രമല്ല എല്ലാ പരിപാടികളിലും ഒക്കെ തന്നെ നിർണായകമായി പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ പല പരിപാടികളിലും സജീവമായി നിന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇത്തരത്തിലുള്ള ഒരു സൈക്കോ ക്രിമിനൽ, സൂചിപ്പിച്ചതുപോലെ സൈക്കോ ക്രിമിനലിന്റെ ആംഗിളിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ അത് വീട്ടിലൊരു സ്ത്രീയോട് ഇത്തരത്തിൽ പെരുമാറുന്നു. മാത്രമല്ല അത് ഈ തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് പാർട്ടി നേതൃത്വം പരിശോധിച്ചില്ല, അറിഞ്ഞില്ല. മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചില സൂചനകളായി പാർട്ടിയുടെ മുമ്പിലേക്ക് വരികയും ചില പരാതികളായി തന്നെ വാക്കാൽ വരികയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും അത് ഈ ഗോപുവിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് ആണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇയാളെ പുറത്താക്കിയിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ഒരു സ്ത്രീയോട് ഈ ഗോപു കാണിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ മൃഗീയമായിട്ടുള്ള പ്രവൃത്തിയാണ്. അവരുടെ ആ ശരീരം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാകും. ആ പാടുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ.